പക്ഷേ ടി സിദ്ദിഖ് രണ്ട് കത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട്. വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് അദ്ദേഹം പാർട്ടി നേതാക്കൾക്ക് അയച്ച കത്ത് എന്നുള്ള കാര്യത്തിൽ താങ്കൾക്കും തർക്കമൊന്നുമില്ലല്ലോ. ആ കത്ത് വിശ്വസനീയമല്ല എന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനിപ്പോ മാതൃഭൂമിയിൽ അങ്ങോട്ട് വിളിച്ച് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കണം എന്നെ ഒന്ന് വിളിക്കണം എന്ന് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത ഒരാളാണ്. ഞാനത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ ഹൃദയഭേദകമായിട്ടുള്ള രണ്ട് മരണവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു ചർച്ച നടത്തുമ്പോൾ അതിൽ സത്യസന്ധവും അതിൽ വ്യക്തമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുക എന്നുള്ളത് പാനലിൽ ചർച്ച ചെയ്യുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ സജീഷ്, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ടി സിദ്ദിഖ് പത്രസമ്മേളനത്തിൽ വിജയേട്ടന്റെ മരണത്തിന്റെ കാരണം കുടുംബ പ്രശ്നങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് സജീഷ് പറഞ്ഞത്. സജീഷ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വിജയേട്ടന്റെ മരണത്തിന്റെ കാരണം കുടുംബ പ്രശ്നമാണ്, മറ്റൊരു കാരണവുമല്ല, കുടുംബ പ്രശ്നമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്, പൂർണ്ണമായും തെറ്റാണ്. അങ്ങനെ താങ്കൾ പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞു, താങ്കൾ ഞാൻ പറയാത്ത കാര്യം അദ്ദേഹം നിങ്ങൾ പറഞ്ഞു, ഇത് നിങ്ങൾ കേട്ടു എന്നുള്ളതും പറഞ്ഞു. ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വിജയേട്ടന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് പുറത്തു വരണം. എന്ത് കാരണമാവട്ടെ, അതിൽ ഈ കാരണമുണ്ടോ, പണം കൊടുത്ത കാരണമുണ്ടോ, അതിൽ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന മറ്റു വല്ല വിഷയങ്ങളുണ്ടോ? ഇത് ആദ്യം തുടക്കത്തിൽ കത്തൊക്കെ വരുന്നതിന് മുമ്പ്, വളരെ മുമ്പ് അങ്ങനെ വല്ല കാരണമുണ്ടോ? എന്താ അത്? ഫാമിലി എന്നുള്ളതായിരിക്കുന്ന കാര്യത്തിലേക്ക് ഞാൻ പോയിട്ടുമില്ല. അത് പരാമർശിച്ചുകൊണ്ട് കടന്നു വന്നതിന് കുടുംബ പ്രശ്നങ്ങളാണ് മരണത്തിന്റെ കാരണമെന്ന് സിദ്ദിഖ് പറഞ്ഞു എന്ന് പറഞ്ഞ് സജീഷ് സ്ഥാപിക്കുക. എന്ത് മര്യാദഘട്ട സംസാരമാണ് ഇതൊക്കെ? ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനാണ് മരിച്ചത്. ഞങ്ങൾക്കതിന്റെ വേദനയും പ്രയാസത്തിലും നിൽക്കുന്നതാണ്. നിങ്ങൾ ഇരട്ട കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളെയൊക്കെ അതിലേക്ക് അങ്ങ് കൂട്ടുകയാണ്. ഇരട്ട കൊലപാതകമൊക്കെ ആരാ ചെയ്തത് കാര്യങ്ങൾ ഞാൻ അതിലേക്കല്ല പോകുന്നത്. പക്ഷേ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവാണെങ്കിലും സജീഷാണെങ്കിലും ഞാനാണെങ്കിലും നൗഷാദ് അലി ആണെങ്കിലും ഒക്കെ അതിൽ സത്യത്തിന്റെ അംശത്തോട് വന്നുകൂടി വന്ന് സംസാരിക്കണം. അല്ലാതെ ഇല്ലാത്തതായിരിക്കുന്ന ആരോപണം കുടുംബ പ്രശ്നമാണ് ഇതിന്റെ മരണത്തിന്റെ കാരണമെന്ന് സിദ്ദിഖ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അങ്ങനെ പത്രസമ്മേളനം ഞാൻ നടത്തിയില്ലല്ലോ. ശരി, ഓക്കെ, അതാണ് ആ കാര്യത്തിലെ ടി സിദ്ദിഖിന്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, ശ്രീ എസ് കെ സജീഷ്, താങ്കളുടെ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ പരാമർശിച്ച കാര്യങ്ങൾ ആ തരത്തിൽ കൂടിയുള്ളതാണ്. ഈ പറഞ്ഞ പ്രശ്നത്തിലേക്ക് കടക്കാതെ മറ്റു രീതിയിൽ തിരിതരണം ഉണ്ടാക്കുന്ന രീതിയിലാണ് താങ്കൾ ഇവിടെ പറഞ്ഞ പോലെ ഏതെല്ലാമാണോ കാരണങ്ങൾ അതെല്ലാം പരിശോധിക്കാമെന്നാണ് പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ടി സിദ്ദിഖ് പറഞ്ഞത് സജീഷ് മറുപടി പറയേണ്ട വിഷയമാണല്ലോ, അത് കഴിയട്ടെ എന്നിവിടെ പറഞ്ഞ ആളാണ് അദ്ദേഹം. അല്ല, അതിലേക്ക് വരാം. വി ഡി സതീശനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആരോപണങ്ങൾ. എന്റെ പ്രിയ സുഹൃത്തെ, അദ്ദേഹം ആരെയും ഗോപാലകൃഷ്ണ വെള്ള പുതപ്പിച്ച് കിടത്തും എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം കുലംകുത്തി എന്ന് പറഞ്ഞിട്ടില്ല, പരനാറി എന്ന് പറഞ്ഞിട്ടില്ല, നികൃഷ്ടജീവി എന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ ഒരു വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ് ഉചിതം. ഇപ്പോ ടി സിദ്ദിഖ് സ്പെസിഫിക് ആയ ചില കാര്യങ്ങൾ പറഞ്ഞു, അതിന് മറുപടി പറയേണ്ടത് എസ് കെ സജീഷാണ്. എസ് കെ സജീഷ് അത് പറയട്ടെ. അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടിയാണ് എസ് കെ സജീഷ് പറയട്ടെ, അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. പറയൂ സജീഷ്, പറയൂ. ഒരു കാര്യം ശ്രീ അഭിലാഷ്, ഒന്ന് ടി സിദ്ദിഖ് ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. പല കാരണങ്ങളുണ്ടായേക്കാം, ആ കാരണങ്ങളിലേക്കാണ് പോകേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു മറവെച്ചുകൊണ്ട് എങ്ങനെയാണോ ഇവിടെ ഇപ്പം നേരത്തെ നൗഷാദ് അലി സംസാരിക്കുമ്പോൾ ചില ഉൾപ്പിരിവുകളുണ്ട്, പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് വെക്കുന്നത് പോലെ സംശയത്തിൻ്റെ നിഴലാക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. ആ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊന്നു കൂടി പറയേണ്ടത്, ഇവിടെ ഞാൻ പറഞ്ഞു, ഒന്ന് കെ സുധാകരൻ പറഞ്ഞു അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബമാണ്, പറഞ്ഞത് നിഷേധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് ഈ മകൻ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. അത് എന്താണ്, എൻ്റെ അടുത്ത് നടക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം, അതിന്റെ ഇടയിൽ നൗഷാദ് അലി അങ്ങനെ പറഞ്ഞില്ലേ? പറയട്ടെ നൗഷാദ് അലി, ഒറ്റ മിനിറ്റ്.
എങ്ങോട്ടായി കൊണ്ടുപോകുന്ന ഈ ചർച്ച? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതെല്ലാം ജനങ്ങളുടെ മുന്നിലുണ്ട്. താങ്കളെ കേൾപ്പിക്കണമോ? കാണിച്ചോണ്ടാ താങ്കളെ കേൾപ്പിക്കണമോ? ഒരു കാര്യം, ഇതെല്ലാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, കേൾപ്പിക്കൂ, നിങ്ങൾ കേൾപ്പിക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്യാം. ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലുണ്ട്. നാളത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയവും അത് തന്നെയായിരിക്കും. മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാണെങ്കിൽ അത് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ നൗഷാദ് അലി, ഒരു കാര്യം, താങ്കൾ നേരത്തെ ചില വാചകങ്ങൾ പറഞ്ഞല്ലോ, ചില പ്രയോഗങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. കേരളത്തിലെ വി ഡി സതീശനെ ന്യായീകരിക്കാൻ വേണ്ടി താങ്കൾ ചില പ്രയോഗങ്ങൾ പറഞ്ഞല്ലോ. പ്രിയപ്പെട്ട സുഹൃത്തെ, വി ഡി സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ നടത്തിയ സംസാരത്തിലുള്ള ഭാഷയും എനിക്ക് ഈ ചർച്ചയിൽ പറയാൻ വേണ്ടി പറ്റുമോ? താങ്കൾക്ക് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറ്റുമോ? ആ വാക്ക് ഇതിൽ പ്രയോഗിച്ചാൽ മാതൃഭൂമി ചാനലിന്റെ ചിലപ്പോൾ സെൻസർഷിപ്പിനെ ബാധിക്കുന്ന ഘടകമാകില്ലേ? ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്നിട്ട് വെറുതെ ആ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോകേണ്ട കാര്യം, ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തത് എന്താണ്? അങ്ങനെ പറഞ്ഞു വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ മാതൃഭൂമി ചാനലിന്റെ സെൻസർഷിപ്പിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ബീപ് ശബ്ദമെടുത്തി വി ഡി സതീശനും തമ്മിൽ നടന്ന സംസാരത്തെ ജനങ്ങളുടെ മുന്നിൽ പറയണമെങ്കിൽ ആ മാന്യതയുടെ മുഖംമൂടിയൊന്നും നിങ്ങൾ വെക്കണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അഭിപ്രായമുണ്ടോ? നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഈ പറഞ്ഞ നിങ്ങളുടെ പ്രിയപ്പെട്ട എൻ.എം. വിജയന്റെ മകൻ വി ഡി സതീശനെ ഭീഷണിപ്പെടുത്തിയതാണോ? ശരി, അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും പോകണ്ട. ഇവിടെ എൻ.എം. വിജയന്റെ മരണം എന്ന നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ. നമ്മൾ ഈ വിഷയം ഡൈവേർട്ട് ചെയ്തതുകൊണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട നീതി കിട്ടാതിരിക്കുകയാണ് ചെയ്യുക.